ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ടുള്ളതാണ്. ഹെയർ നല്ല രീതിയിൽ വളരാനും നല്ല സ്മൂത്ത് ആകാനും ഒരു വലിയ സ്ട്രൈറ്റ് നമ്മൾ മറ്റേ കെമിക്കൽ വെച്ചിട്ട് ചെയ്യുന്ന പോലല്ല, എന്നാലും ഒരു കുഞ്ഞ് സ്ട്രൈറ്റനൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വളരെയധികം യൂസ്ഫുൾ ആകും നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്, ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുമ്പ് നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ സാനിത. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഈ പായ്ക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ നോക്കാം. ഒരു ചെറിയ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് പോലെ തന്നെ നമുക്ക് നമ്മുടെ പ്രകൃതിദത്തമായ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പായ്ക്കാണ്. ഹെയർ നല്ല രീതിയിൽ നല്ലതായിട്ട് സ്മൂത്ത് ആകും കേട്ടോ. നല്ല വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു പായ്ക്കാണ്. നിങ്ങൾ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ അല്ലെങ്കിൽ മാസത്തിൽ ഒന്നാണെങ്കിലും അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴോ ചെയ്യാൻ പറ്റുന്ന ഒരു പായ്ക്കാണ്. അപ്പോൾ ഈ പായ്ക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ പായ്ക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ നന്നായിട്ട് തേങ്ങ ഒന്നെങ്കിൽ മിക്സിയിൽ അടിച്ചെടുത്ത് പാലെടുക്കാം, ഇല്ലെങ്കിൽ നമ്മൾ അല്ലാതെ തേങ്ങാപ്പാൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് അലോവേര ജെല്ലാണ് വേണ്ടത്. അലോവേര ഫുള്ളായിട്ട് വേണമെങ്കിലും ഇടാം, പിന്നെ പച്ച കളഞ്ഞ്, അത് അലർജി ഉള്ളവർക്ക് പച്ച കളഞ്ഞ് അങ്ങനെയാണെങ്കിലും അതിനകത്തെ പൾപ്പ് മാത്രം എടുത്തും ഇടാം. പിന്നെ ഒരു തവിയോളം ചോറ് എടുക്കുന്നുണ്ട്. ഈ ചോറ് നമുക്കൊന്നെങ്കിൽ കുത്തരി എടുക്കാം, അല്ലെങ്കിൽ പച്ചരി എടുക്കാം, ഏതാണെന്ന് വെച്ചാൽ അതെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് മുട്ടയുടെ വെള്ളയാണ് വേണ്ടത്. മുട്ടയുടെ വെള്ളയും കൂടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടെ മിക്സിയിൽ നല്ല രീതിയിൽ അരച്ച് എടുക്കണം. അരച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ അടിപൊളി പായ്ക്ക് റെഡി ആയി കഴിഞ്ഞു. അപ്പം ഇതാണ് നമ്മുടെ പായ്ക്ക്. ഇത് വളരെ എഫക്റ്റീവാണ്. മുടിക്ക് നല്ല രീതിയിൽ ഷൈൻ കിട്ടാനും അതുപോലെ തന്നെ മുടി നല്ല സ്മൂത്ത് ആകാനും സ്ട്രെയിറ്റേൺ ആകാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പായ്ക്കാണ്. ഞാൻ ഹെയറിൽ എണ്ണയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ പായ്ക്ക് റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പം നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ചോറ് നമുക്ക് ഏത് ചോറ് വേണമെങ്കിലും എടുക്കാം. നമ്മുടെ കുത്തരി എടുക്കാം, പച്ചരി എടുക്കാം, അല്ലെങ്കിൽ ചാക്കരി എടുക്കാം. ഏത് അരിയാണെങ്കിലും സാരമില്ല. ചോറ് വളരെ എഫക്റ്റീവാണ്. നമ്മുടെ കഞ്ഞിവെള്ളമൊക്കെ പോലെ തന്നെ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. മുടിയെ നല്ല രീതിയിൽ വളരാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ ചോറ്. അപ്പോൾ തേങ്ങാപ്പാലാണെങ്കിലും മുടിക്ക് നല്ല ഷൈൻ കിട്ടാനും നല്ല കരുത്ത് കിട്ടാനൊക്കെ സഹായിക്കും. പിന്നെ അലോവേര ജെല്ല് ഹെയർ നല്ല രീതിയിൽ വളരാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ പിന്നെ മുട്ടയുടെ വെള്ളയും മുടിക്ക് വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ നമ്മുടെ ഹെയറിലും നമ്മുടെ തലയോട്ടിയിലും എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തേക്കുക. ഹെയറിലൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് അരമണിക്കൂറോളം വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് സാധാ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഇത് വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ഷാമ്പൂ ഒന്നും ഇന്നത്തെ ദിവസം യൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് ഇതിന് വലിയധികം സ്മെല്ലൊന്നുമില്ല. ഇനി സ്മെല്ലുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ആണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.